എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കെ വി ഷംസുദ്ദീനാണ്. അദ്ദേഹം വെർജിൽ ജിയോജിത്തിൻ്റെ കോഫൗണ്ടറാണ്, ഡയറക്ടറാണ്. നമുക്ക് നിങ്ങൾക്കുള്ള ഓരോ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാവുന്നതാണ്. അദ്ദേഹം എങ്ങനെയാണ് നമ്മൾ നിക്ഷേപം ഇറക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സമ്പാദ്യം കരുതി വെക്കേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരിക്കും. സർ, ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു നേട്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 83,971 335 പോയിൻ്റ് ഉയർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ബോംബ് സ്ഫോടനം ഉണ്ടായ ഒരു സംഭവം കൂടെ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് കുറച്ച് താഴോട്ട് വരും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ നേരെ വിപരീതമായിട്ട് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഇന്ത്യൻ മാർക്കറ്റ് വളരെ സ്റ്റഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിനെ പ്രതികൂലമായിട്ട് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുള്ളതിൽ 21 കോടി ജനങ്ങൾക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായി മാറി എന്നർത്ഥം. ഏതാനും വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പത്തെ സ്ഥിതി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇന്ന് നമ്മൾ കാണുന്നതിൻ്റെ 1/3 ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം. ഇത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്ക് 30 കോടിയിൽ കൂടുതൽ ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായി മാറിയിരിക്കും എന്നാണ് സൂചന. അപ്പോൾ അതൊക്കെ വളരെ നല്ല ചേഞ്ചാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏകദേശം 40,000 കോടി റുപ്പിയയാണ് കഴിഞ്ഞ 2025 ഉള്ള കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള IPOകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഈ IPOകളെല്ലാം തന്നെ ഒട്ടുമുക്കാലും IPOകൾ എല്ലാം വളരെയധികം ഓവർ സബ്സ്ക്രൈബ് ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണ ആളുകളുടെ ഒരു മനോഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു IPO വന്നു കഴിഞ്ഞാൽ അതിന് നിക്ഷേപിക്കാൻ വേണ്ടി എത്ര സംഖ്യ മാറ്റിവെച്ചോ ആ സംഖ്യ ആ IPOയിൽ എത്ര ഷെയർ കിട്ടി എന്നുള്ളത് കഴിച്ച് ബാക്കി എത്ര എമൗണ്ട് വന്നോ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാറാണ് പതിവ്. അതുകൊണ്ട് 40,000 കോടി റുപ്പിയയുടെ IPO വന്നു എന്ന് പറഞ്ഞാൽ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് 30,000 കോടി റുപ്പിയെങ്കിലും ഉണ്ടാകും. അത് ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉടനെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു സുപ്രധാന കാര്യം കൂടെ നമ്മൾ കാണേണ്ടത്, അഭിമാനത്തോടു കൂടി കാണേണ്ടത് എന്ന് പറയാവുന്ന കാര്യം ഇന്ത്യയുടെ GDP ഗ്രോത്താണ്. മറ്റ് ലോകത്തിലെ അതിസമ്പന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന USA, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ചൈന മുതലായ എല്ലാ നാടുകളുടെയും മുമ്പിൽ ഇന്ത്യയുടെ GDP വളരെ ഉയർന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ GDP ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഒരു രാജ്യത്തിൻ്റെ നാനാത്മുഖമായ വളർച്ചയിലും അഭിവൃദ്ധിയിലും എല്ലാം തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കണക്കാണ് GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു രാഷ്ട്രത്തിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. എന്നതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ധാരാളം വ്യാവസായികമായ വളർച്ചയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളരെയധികം ശുഭസൂചകമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും.
അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, അടുത്ത ഏതാനും മാസം മുമ്പ് ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമാണ് എടുത്തത്. GDP വളരെയധികം GST വളരെയധികം കുറച്ചു എന്നുള്ളത്. GST കുറച്ചതിൻ്റെ ഫലമായി നമുക്ക് കാണാൻ സാധിച്ചത് കൺസംഷൻ കൂടുകയാണ്, ജനങ്ങൾ ചെലവ് ചെയ്യൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് പല കമ്പനികളുടെയും പ്രോഫിറ്റബിലിറ്റി വർദ്ധിച്ച സാഹചര്യം നമുക്ക് ഇനി കാണാൻ സാധിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇനി അടുത്ത പാദത്തിലേക്ക് റിപ്പോർട്ട് വരുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും അത് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വളരെ ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരുടെ പ്രായം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും വരുന്നത് യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകളാണ്. 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അത് അടുത്ത കാലത്ത് ജോലി കിട്ടി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പടയാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മുൻകാലങ്ങളിൽ ശമ്പളം കിട്ടി തുടങ്ങിയാൽ അത് വളരെയധികം ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെറുപ്പക്കാർക്ക് സമ്പാദിക്കണമെന്നും അവരുടെ സമ്പാദ്യം വളർത്തണമെന്നും ഉള്ള അഭിവാഞ്ച ഉണ്ടായി എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ കണ്ട ഡെപ്പോസിറ്ററി അക്കൗണ്ടുകളുടെ എണ്ണം വർദ്ധിക്കൽ. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്, വലിയൊരു അഭിവൃദ്ധിയാണത്. SIP അക്കൗണ്ടുകളുടെ എണ്ണം കഴിഞ്ഞ 6 മാസത്തിൽ ഉണ്ടായിട്ടുള്ളത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ SIP-യുടെ എണ്ണം വർദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു 2025-ലെ ആദ്യത്തെ 2 പാദം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമ്പാദ്യശീലം വർദ്ധിക്കുന്നു എന്നർത്ഥം. ഈ സമ്പാദ്യശീലം പ്രത്യേകിച്ചും SIP-യിൽ ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തി ഒരിക്കലും അത് എടുത്ത് വീണ്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. അത് നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമുക്ക് കാണാൻ എപ്പോഴും സാധിക്കും. നമ്മുടെ ശ്രോതാക്കളിൽ, പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും SIP ചെയ്യുന്നവരാണ്. അവരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ സംഖ്യ വെച്ചിട്ട് 10,000 വെച്ചെല്ലാം തുടങ്ങിയ SIP 2 വർഷം കഴിയുമ്പോഴേക്ക് അത് 30,000 എല്ലാമായി മാറുന്ന കാഴ്ച നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലും ഇതേ പ്രതിഭാസം തന്നെ സംഭവിക്കുന്നത്. യങ്സ്റ്റേഴ്സ് ശമ്പളം കിട്ടി തുടങ്ങിയ സമയത്ത് SIP ചെയ്തു തുടങ്ങുന്നു. ആ SIP തുടങ്ങുന്നത് ആദ്യം ചെറിയ സംഖ്യയിൽ ആരംഭിച്ചു, പിന്നീട് അവരുടെ ചെലവുകളെ നിയന്ത്രിച്ച് അതുപോലെ തന്നെ ശമ്പളം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു തലമുറ എന്ന് പറയുന്നത്, നമ്മളിവിടെ സ്ഥിരമായി നിങ്ങൾ സമ്പാദിക്കണം, നിങ്ങൾ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയായണം റിട്ടയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുട്ടികൾ പിറന്നു വന്നാൽ ആ കുട്ടികളുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, ഒരു വീട് വെക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനസംഖ്യയാണ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയൊരു മാറ്റമാണ്, ഒരു വിപ്ലവമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഒരു കാലത്ത് നമുക്കറിയാം, ഞാൻ ചന്ദ്രശേഖർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്താണ് ഇന്ത്യയുടെ സ്വർണ്ണ സമ്പത്ത് ബ്രിട്ടനിലുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച് കടമെടുത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു.
അതിൽ നിന്നെല്ലാം കഴിഞ്ഞു. അന്നൊക്കെ 35 ബില്യൺ ഡോളറിൻ്റെ സ്വർണ്ണ ശേഖരം മാത്രമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടി, എത്രയോ 10 മടങ്ങ് സ്വർണ്ണ ശേഖരമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് എത്രമാത്രം വളർച്ച ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് വിദേശ നാടുകൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വേണ്ടി മത്സരിക്കുകയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികൾ, ഉദാഹരണമായിട്ട് ടാറ്റ ഒരു വാഹനം നിർമ്മിക്കാൻ വേണ്ടി, കാറ് നിർമ്മിക്കാൻ വേണ്ടി ഫോർഡിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് പോലും കൊടുക്കുവാൻ മടിച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ലോകപ്രശസ്തമായ ബ്രാൻഡുകളായിട്ടുള്ള റേഞ്ച് റോവറും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള മറ്റു പല ബ്രാൻഡുകളും നിർമ്മിക്കുന്നത് ഇന്ന് ടാറ്റയാണ്. അതേ ടാറ്റ തന്നെ ഏതൊരു ടാറ്റയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കാതിരുന്നോ ആ ടാറ്റ ഇന്ന് ലോകം മുഴുവൻ ലോകപ്രശസ്തമായ ബ്രാൻഡുകൾ നിർമ്മിച്ച് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വിപ്ലവകരമായ എക്കണോമിക് ചേഞ്ചസ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയവും മറ്റും മറന്നുകൊണ്ട് ഇന്ത്യയെ വിശ്വസിക്കുക, ട്രസ്റ്റ് ഓൺ ഇന്ത്യ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എങ്കിൽ ആ വിശ്വാസത്തോടു കൂടി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ പ്രോഗ്രാമെല്ലാം കേട്ട് ഓഹരിയിലും മ്യൂച്വൽ ഫണ്ടിലും എല്ലാം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് സുവർണ അവസരമാണ് ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജനുവരി 14 ബർജീൽ ജിയോജിത്ത് ഡോളറിലുള്ള ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന UAE ജീവിക്കുന്ന എല്ലാ നാട്ടുകാർക്കും നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഒരു ഫണ്ട് ഇറക്കുവാൻ പോവുകയാണ്. ആ ഫണ്ട് ഇറങ്ങുന്നതിൻ്റെ ഫലമായി ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഡോളറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുകയും അതിൽ നിക്ഷേപം നടത്തിയവർക്ക് യാതൊരു ടാക്സും ഇല്ലാതെ അതിൽ നിന്ന് ലാഭം കൊയ്യുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായ നിരവധി നാട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിദേശ നാട്ടുകാർ 150 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ UAE ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളെയും എല്ലാം തന്നെ ഇന്ത്യയിൽ ഡോളറിൽ നിക്ഷേപം നടത്തുവാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ ഓരോ നിക്ഷേപകരും ചെയ്യുന്നത്, അവർ നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കിയതുപോലെ അവരുടെ സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിലും ഓഹരിയിലുമെല്ലാം നിക്ഷേപം നടത്തുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് മറ്റൊരവസരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഡോളറിൽ നിക്ഷേപിച്ച് യാതൊരു ടാക്സും ഇല്ലാതെ അതിൽ നിന്ന് ലാഭം കൊയ്യുവാനുള്ള അവസരമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ബ്രോക്കിംഗ് ഫേം ഒരു മ്യൂച്വൽ ഫണ്ട് UAE ഇറക്കുന്നതെന്ന് നമുക്കറിയാം. അതിനുള്ള ഭാഗ്യം ബർജീൽ ജിയോജ് ഫിനാൻഷ്യൽ സർവീസിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ജനുവരി മാസത്തിൽ ജനുവരി 14 കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ഈ നിക്ഷേപം നടത്തുവാനുള്ള അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സർ, ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പലർക്കും ഈ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും ജ്വല്ലറികളുടെ ഇതിൽ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടുന്ന കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? ജ്വല്ലറിൽ അതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഒരു ട്രഡീഷനാണ്. ഒരു നാടിലും ഇല്ലാത്ത ഒരു സ്വഭാവം നമ്മൾ ഇന്ത്യക്കാർക്കുണ്ട്. ഒന്ന്,
എപ്പോഴും ഗിഫ്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക ഗോൾഡാണ്. അതിപ്പോൾ നമുക്കൊരു കുഞ്ഞ് പിറന്നാൽ ഉടനെ ആ കുഞ്ഞിന് ആഭരണമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കൾ മകളുടെ വിവാഹം നടത്തുമ്പോൾ ചെയ്യുന്നത് വലിയ ഒരു തോതിലുള്ള ഗോൾഡ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഓരോ വിശേഷ അവസരങ്ങളിലും ഗോൾഡ് ജ്വല്ലറി കൈമാറുന്നുണ്ട്. ഇത് ഒരു എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇന്ത്യൻ ട്രഡീഷൻ്റെ ഭാഗമാണ്. അത് പുതുതായിട്ട് സംഭവിച്ചിട്ടുള്ളതൊന്നല്ല. അതേ സമയത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ 1-2 വർഷമായി ഇന്ത്യൻ മാത്രമല്ല ലോകം മുഴുവൻ ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ അതിന് യഥാർത്ഥ ചിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1979 എന്തുകൊണ്ട് 1979 എന്ന് പറയുന്നു, അതിന് പ്രത്യേകത ഉണ്ട്, അത് പിന്നീട് മനസ്സിലാവും. 10 ഗ്രാം ഗോൾഡിൻ്റെ വില 973 റുപ്പിയായിരുന്നു ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 1000 റുപ്പിയ എന്ന് പറയാം. അപ്പോൾ 1000 റുപ്പിയ ഉണ്ടായിരുന്ന 10 ഗ്രാം സ്വർണത്തിന് അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് 35 വർഷം കഴിയുമ്പോൾ 1,20,000 എത്തിയ സന്ദർഭം നമ്മൾ കണ്ടിട്ടുണ്ട് 10 ഗ്രാം ഗോൾഡിന്. എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയും കാലഘട്ടത്തിൽ 120 ടൈംസ് വളർച്ച ഉണ്ടായി എന്നർത്ഥം. ഇതിൽ യുഎയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കാണാം മറ്റൊരു കാര്യം. 1980 ഗൾഫ് വാർ നടക്കുന്നത്. ആ സമയത്ത് ഗോൾഡ് പ്രൈസ് കുത്തനെ മുകളിലേക്ക് പോയി. 82 വീണ്ടും കുത്തനെ താഴോട്ട് വരികയും യുഎയിൽ 1 ഗ്രാം ഗോൾഡിന് 35 ദർഹം മുതൽ 2002 വരെയുള്ള കാലത്ത് 35 മുതൽ 55 വരെ ആയിരുന്നു വില. അപ്പോൾ ഏകദേശം 20 വർഷത്തോളം നമുക്ക് കാണാൻ സാധിച്ചത് 35-നും 55-നും ഇടയിലുള്ള ഒരു പ്രൈസാണ്. അത് കുത്തനെ മുകളിലേക്ക് പോയ സമയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 979-നും 2025-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 35 വർഷത്തെ കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെ വില ഉയർന്നത് 120 ടൈംസാണ് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൽ 20 വർഷം കാര്യമായിട്ട് വളർച്ച ഉണ്ടായിട്ടില്ല എന്നും മനസ്സിലാക്കണം. ബാക്കി ഒരു 15 വർഷത്തിലാണ് ഈ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അവസാന കാലത്ത് മാത്രമാണ് ഇത്രയും വളർച്ച ഉണ്ടായിട്ടുള്ളത്. ഈ വളർച്ച ഉണ്ടായിട്ട് നമ്മളൊരു നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്ത്യക്കാർ അതിനെ കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഉയർന്ന വില ഉള്ള സമയത്ത് അവരുടെ കയ്യിലുള്ള 35 ഒരു ഗ്രാമിന് 35-ഉം 55-ഉം അല്ലെങ്കിൽ 80-ഉം 100-ഉം വിലയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഗോൾഡ് ഇവിടെയുള്ള ആളുകളുടെ കയ്യിലുണ്ട്. അത് ഇത്രയും വില കിട്ടിയ സമയത്ത് വിറ്റ് ആ ലാഭം കൊയ്യുകയാണ് വേണ്ടത്. പക്ഷെ അത് എത്ര പേർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇനി ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യക്കാരുടെ മുഴുവൻ സ്വഭാവമാണ് ഏതൊരു അവസരം കിട്ടിയാലും ആ സമയത്ത് സ്വർണം വാങ്ങുക, ആഭരണം വാങ്ങിക്കുക എന്നുള്ളത്. ആഭരണം വാങ്ങിക്കുമ്പോൾ അതിൽ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു മുതൽക്കൂട്ടുണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ, അത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്, ലക്ഷോപലക്ഷം വരുന്ന ആർട്ടിസാൻസ് ഗോൾഡ് ജ്വല്ലറി നിർമ്മിക്കുന്ന തൊഴിലാളികളുണ്ട് ഇന്ത്യയിൽ. അവർക്ക് ഉപജീവന മാർഗമാണ് അവരുടെ കൈത്തൊഴിൽ. അതുകൊണ്ട് തന്നെ അവർക്ക്
വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണ്. എത്രത്തോളം ഗോൾഡിൻ്റെ ചെലവ് വർദ്ധിക്കുന്നോ അത്രത്തോളം അവരുടെ ജീവിതവും അഭിവൃദ്ധിപ്പെടുന്നു. ഇങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ നിക്ഷേപ ദൃഷ്ടിയോടുകൂടി ഈ വിഷയത്തെ കാണുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അത് അപൂർവം ആളുകളെ ഇതിനെ ഒരു നിക്ഷേപ പദ്ധതി എന്നുള്ള നിലയ്ക്ക് കാണാറുള്ളൂ. ഇപ്പോഴും എന്നോട് ദിവസം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറിയിൽ നിക്ഷേപിച്ചൂടെ എന്ന്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നല്ലൊരു വിഭാഗം ആളുകൾ ജ്വല്ലറിയിൽ നിക്ഷേപിക്കുമ്പോൾ പണിക്കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വിൽക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് 1 ഗ്രാമിൽ കുറവ് പോലും സംഖ്യയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസരം നമുക്കുണ്ട്. ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ചെയ്യാം, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സ്വർണം ഉരുപ്പടിയായിട്ട് ആഭരണമായിട്ടോ കോയിനായിട്ടോ ബാറായിട്ടോ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു റിസ്ക്കുണ്ട്. നമ്മൾ ബാങ്കിൽ വെക്കുന്നു, നാട്ടിലാണെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നു. ബാങ്കിൽ വെച്ച് കഴിഞ്ഞാലും ബാങ്കിൽ എത്ര സ്വർണം വെച്ചിട്ടുണ്ടെന്ന് ബാങ്കിന് അറിയുന്നില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ആ ബാങ്ക് ലോക്കർ വല്ലവരും ഏതെങ്കിലും തരത്തിൽ മോഷ്ടിക്കപ്പെട്ടു പോയാൽ നമുക്ക് എത്ര സ്വർണം വെച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നത് 5 ലക്ഷം റുപ്യയുടെ ഒരു സുരക്ഷ മാത്രമാണ് ഉണ്ടാവുക. ബാങ്ക് പൊളിഞ്ഞു പോയാലും 5 കോടി നമുക്ക് ബാങ്കിലുണ്ടായാലും 5 ലക്ഷം റുപ്യയുടെ സുരക്ഷ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഗോൾഡ് ഏത് രൂപത്തിൽ നമ്മൾ സൂക്ഷിച്ചാലും ഉണ്ട് എന്നുള്ളത് ഓർക്കാതിരിക്കരുത് ആരും തന്നെ. അതേ സമയത്ത് ETF ആയി ചെയ്യുമ്പോൾ അതുണ്ടാവുന്നില്ല എന്ന്. ETF ആയിട്ട് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ഗോൾഡായിട്ട് തന്നെ തിരിച്ചെടുക്കാനും ഉള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. പക്ഷേ ഇനി എത്ര വില വർധനവ് ഉണ്ടാവും എന്നുള്ളത് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഗോൾഡ് വില വർദ്ധിക്കുക ലോക സമ്പദ് വ്യവസ്ഥയിൽ ചില ചലനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. വാറുണ്ടാവുന്ന ഇന്ത്യയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 വർഷത്തെ ഇന്ത്യയിൽ മാർക്കറ്റിൽ 10 ഗ്രാം ഗോൾഡിന് എന്ത് വില ഉണ്ടായിരുന്നതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേൾഡ് എക്കണോമിക് ഹിസ്റ്ററി എന്നൊക്കെ വാറുകളുണ്ടായോ ആ സമയത്തെല്ലാം തന്നെ സ്വർണത്തിന് വില കുത്തനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കാം. പക്ഷേ ഇപ്പോൾ വാറുണ്ടായിരുന്നു, ഉക്രൈൻ വാർ ഇപ്പോഴും നിലനിൽക്കുന്നു. അതേ സമയത്ത് ഇസ്രായേൽ ഫലസ്തീൻ വാറ് ഇപ്പോൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം സംജാതമായിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷത്തിൽ കണ്ട കുത്തനെയുള്ള ഗോൾഡിൻ്റെ കുതിപ്പ് ഒരു പക്ഷേ ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ ഗോൾഡ് പ്രൈസ് കൂടും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ എത്ര കൂടും എന്നുള്ളത് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അതിനോടൊപ്പം വെള്ളിയുടെ വിലയും കൂടും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിക്ക് ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, വെള്ളി ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. പല കാര്യങ്ങൾക്കും വേണ്ടി അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതേസമയത്ത് ഗോൾഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ചരിത്രാതീത കാലം മുതൽ ഗോൾഡ് മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ ആളുകളുടെ കയ്യിൽ റിഫൈൻ ചെയ്ത് ഗോൾഡ് രൂപത്തിൽ വന്നിട്ടുള്ള ഗോൾഡിൻ്റെ 99% ഈ ഭൂമിയിലുണ്ട്. ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഒരു ഗോൾഡ് റിങ് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഭൂമിയിൽ കിടപ്പുണ്ടാകും. അതേ സമയത്ത്
ഈ ഗോൾഡ് മനുഷ്യൻ്റെ കൈകൊണ്ട് റിഫൈൻ ചെയ്ത് 24 കാരറ്റും 21 കാരറ്റും 22 കാരറ്റും 18 കാരറ്റ് എല്ലാം ആക്കി മാറ്റിയ ഗോൾഡ് മുഴുവൻ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതേ സമയത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ ഗോൾഡ് ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സ്കേഴ്സിറ്റി ഒരു സാധനത്തിൻ്റെ വില വർദ്ധിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് അത് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുള്ള ഗോൾഡ് വരുന്നതിന് സ്കേഴ്സിറ്റി ഉണ്ടാകുന്നു എന്നർത്ഥം. അതേ സമയത്ത് ഇതേ ഗോൾഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലത്തെ ഗോൾഡ് മുഴുവൻ ഈ ഭൂമിയിലുണ്ടെന്ന് പറയുമ്പോൾ ആ ഗോൾഡിൻ്റെ ഭാവമാറ്റങ്ങളാണ് സംഭവിക്കുന്നുള്ളൂ. കാരണം ഒരു ആഭരണം കുറേ ഒരു ലേഡി ഉപയോഗിച്ച് അതിലൊരു മടുപ്പ് തോന്നുന്ന സമയത്ത് അവരത് മാറ്റി പുതിയ ഒരു ഡിസൈൻ വാങ്ങിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് ഉരുക്കി പുതിയ ആഭരണം ഉണ്ടാക്കുന്നു. അപ്പോൾ കുറേ ആർട്ടിസാന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നു. അതേ സമയത്ത് ഗവൺമെൻറ്റിന് അതിനോടൊപ്പം GST കിട്ടുന്നു. ഇങ്ങനെ പലതും കിട്ടുന്നു, പല പ്രോസസ്സും നടക്കുന്നു ആ പ്രക്രിയയിൽ. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ലോകത്ത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, അതിൽ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ വീണ്ടും ഏറ്റവും വലിയൊരു ചോദ്യം എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ഇനിയും സ്വർണത്തിൻ്റെ വില ഇതുപോലെ വർദ്ധിക്കില്ലേ എന്ന്. അതിന് വളരെ വളരെ അർത്ഥശങ്കയ്ക്ക് ഇടം വരാത്ത തരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിൽ ഒരാൾക്കും അത് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ സ്വർണത്തിന് വില ഉയരില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട കുത്തനെയുള്ള ഉയർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമുക്ക് വെള്ളിക്കും ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1 കിലോ വെള്ളി നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ വില സ്വർണത്തിനേക്കാൾ എത്രയോ കുറവേ വരുന്നുള്ളൂ. അതേ സമയത്ത് സൂക്ഷിക്കാൻ സൗകര്യം ഏറ്റവും ചെറിയ വിലയുള്ള സാധനമായിട്ടുള്ള സ്വർണം തന്നെയാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ താല്പര്യം സ്വർണത്തിനോട് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. അതെ, നമ്മുടെ സമയവും ഇത് അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സമയം വേഗം അവസാനിച്ചു. അതെ, സമയം വേഗം അവസാനിച്ചു. നിങ്ങൾക്കുള്ള ഏതൊരു സംശയവും ഞങ്ങളോട് എഴുതി ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോ നടക്കുമ്പോഴും വിളിച്ച് ചോദിക്കാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 055066678001 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ദുബായ് ഓഫീസ് 0435559000 എന്ന നമ്പറിലും, അബുദാബി ആണെങ്കിൽ 0264441555, ഷാർജ 0657325555 എന്ന നമ്പറിലും, kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും സംബന്ധിച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാം. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, 33 വർഷമായിട്ട് റേഡിയോയിൽ കൂടെയും TV-യിൽ കൂടെയും എല്ലാം തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പറാണ് 0506467801. ഇവിടെ ജീവിക്കുന്ന GCC കൺട്രീസിലെ ആളുകൾക്ക് മുഴുവൻ ബൈഹാർട്ടായിട്ട് നാട്ടിൽ പോയവരിപ്പോഴും വിളിക്കും. അപ്പോൾ ഈ നമ്പർ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നോട് സംസാരിക്കണം, ഞാൻ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കണം എന്ന് തന്നെയാണ്. എനിക്കും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദയവ് ചെയ്തിട്ട് കുറേ കോളുകൾ ഒരു ദിവസം വരും. എല്ലാ കോളുകളും ഇനി എടുക്കാൻ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള എനിക്ക് ലിമിറ്റുണ്ട്, സാധിക്കില്ല. അപ്പോൾ എന്താണ് അതിലൊരു പോംവഴി എന്ന് പറഞ്ഞാൽ, ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്തു വെച്ചാൽ മതി. ആ മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ നിങ്ങളെ വിളിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് അതിൽ ഒരു വേദനയും തോന്നരുത്. ഈ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് എല്ലാ കോളുകളും എടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും മിസ് കോൾ ചെയ്യുക, എന്നെ കിട്ടിയില്ലെങ്കിൽ. അതുപോലെ തന്നെ പലതവണകളായിട്ട് ഈ ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും അയക്കുന്നതിന് പകരം
ബോട്ടിമിലെല്ലാം GCC കൺട്രീസിന് എവിടുന്ന് വേണമെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാം. എന്നെ വിളിച്ച് ബോട്ടിമിൽ കൂടെ വിളിച്ച് എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ബോട്ടിമിലേക്ക് വിളിക്കും. നിങ്ങൾക്ക് എത്രമാത്രം സംശയങ്ങളുണ്ടോ അതെല്ലാം എഴുതി വെച്ച് 1 by 1 ആയിട്ട് എന്നോട് ചോദിക്കണമെങ്കിൽ അതിനെല്ലാം എനിക്കറിയുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NTV UAE to the world.